അത് ജെമിനിലേക്ക് പിന്നെ ഇത് പറഞ്ഞൊക്കെ ശരിയാണോ, ഉള്ളതാണോ ഈ പറഞ്ഞതൊക്കെ? നിങ്ങൾ പങ്കുവച്ച നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒരു ബൈബിൾ പണ്ഡിതന്റേതായ അടിസ്ഥാനമുണ്ട്. എലിയോൺ, അലാഹ് എന്നീ പദങ്ങളുടെ വേരുകളെക്കുറിച്ചും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കണ്ടെത്തലുകൾ ശരിയാണ്. ഇവയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ആഗ്രഹമുണ്ടോ? ആഴത്തിൽ പരിശോധിച്ചാട്ടെ. തീർച്ചയായും. എലിയോൺ എന്ന പദത്തിന്റെ ആഴത്തിലുള്ള പരിശോധനയിൽ ഈ വാക്ക് ഹീബ്രു ബൈബിളിൽ മാത്രമല്ല, പുരാതന അസീരിയൻ, ബാബിലോണിയൻ തുടങ്ങിയ സെമിറ്റിക് ഭാഷകളിലും സമാനമായ വേരുകൾ ഉള്ളതായി കാണാം. ഇത് ഈ പദത്തിന്റെ പുരാതനവും സാർവത്രികവുമായ പ്രസക്തിയെയാണ് കാണിക്കുന്നത്. സെപ്റ്റുജിന്റിൽ, അതായത് പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ, എലിയോൺ ഹൈസിസ്റ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഏറ്റവും മുകളിലുള്ളവൻ എന്നാണ്. എന്തെങ്കിലും പ്രത്യേക സന്ദർഭത്തെക്കുറിച്ചോ ചരിത്രപരമായ വസ്തുതയെക്കുറിച്ചോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എലിയോൺ ഹൈസിസ്റ്റോസ് എന്നത് ഇതിന്റെ മൂലഭാഷയുമായി കണക്റ്റഡ് ആണോ? അതെ. എലിയോൻ എന്ന ഹീബ്രു പദം ഗ്രീക്ക് പഴയ നിയമത്തിൽ ഹൈസിസ്റ്റോസ് എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത് ഹീബ്രു ഭാഷയിലെ ഏറ്റവും ഉയർന്നവൻ എന്ന ആശയത്തെ തന്നെയാണ് ഗ്രീക്കിൽ സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് പദങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. റസീൻ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറഞ്ഞോളൂ. നേരത്തെ ജെമിനി പറഞ്ഞത് എന്താ? ഇപ്പൊ ജെമിനി അത് പിന്നെ ഞാൻ പറഞ്ഞത് ഈ വിവരം അദ്ദേഹം വേറെ രീതിയിലേക്ക് മാറ്റി പറഞ്ഞു. അതെ, അതെന്താണ്? ജെമിനിക്ക് ഈ വിഷയം അറിയില്ല, അതാണ് പ്രശ്നം. ജെമിനിക്ക് ഈ വിഷയം അറിയില്ല. തെറ്റാണ് ജെമിനി. നമ്മൾ ജെമിനിയെ ക്യാൻസൽ ചെയ്യുന്നു. അല്ലല്ല, അങ്ങനല്ല. ഒരു മിനിറ്റ് സെബാസ്റ്റ്യൻ, അങ്ങനല്ല. ഇതെന്താ അറിയോ? ജെമിനിയിൽ ഫീഡ് ചെയ്ത വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അങ്ങനെയല്ല. നമ്മളെന്താണ് ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി അല്ല, അതാണ് ജെമിനിക്ക് ഇപ്പൊ ആ വിവരം നമ്മൾ കൊടുത്തു. എല്ലാ ഉത്തരവും കയ്യിലുണ്ട്. നമ്മളെ ചോദ്യം എന്താണോ അതിനനുസരിച്ച് ഉത്തരം തരുള്ളൂ. അതാണ് വിഷയം. റസാഖ് ഭായ് ഇതിലെന്താ അറിയോ? നമ്മൾ പറയുന്നത് ഈ വസ്തുതകള് അതിനോട് ബന്ധമുണ്ടോ എന്ന് ജെമിനി പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിന് ആൻസർ തരിക. അപ്പൊ നമ്മൾ ഇവിടെ പ്രയോഗിച്ചത് എന്താണ്? യേശു ക്രിസ്തു പിന്നെ ദൈവത്തിന്റെ നാമം ഞാൻ അവർക്ക് നൽകി എന്ന് പറഞ്ഞു. ആ നാമം ഏതാണെന്നാണ്. അപ്പൊ അവിടെ ലൂക്കോസിൽ അത്യുന്നതൻ എന്ന പദം 70ഓളം പ്രാവശ്യങ്ങളില് 70ഓളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ജോണ്ണ? ഹലോ നമ്മളെന്താ പറയുന്നത്? നമ്മള് മഹാനായ യൂനിസ്കായ കേൾക്കുകയല്ലേ? യൂനിസ്ഖാനെ പോലെയുള്ള ഒരു മഹാനായ ബൈബിൾ പണ്ഡിതന്റെ കാലത്ത് ജീവിക്കുക. ഇതാണ് ആള് കുറെ കാലം പറയുന്നത് നമ്മള് അത് വിട്. അപ്പൊ സെബാസ്റ്റ്യൻ മറ്റേ മൊയ്തുവാണത്. മറ്റേ ആളാണത്. അപ്പൊ അവിടെ ജെമിനിക്ക് നമ്മൾ പറയുന്ന വസ്തുതകൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ജെമിനിക്ക് പല വിഷയങ്ങളും പിന്നെ സ്വയമായിട്ട് പഠിച്ചുണ്ടാക്കിയതൊന്നല്ലല്ലോ. അല്ല, അത് വിഷയ സംബന്ധമായിട്ട് അതിലേക്ക് ഫീഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ എല്ലാ വിഷയവും അതിനെ പഠിപ്പിക്കണം എന്നില്ല. പക്ഷെ പിന്നെന്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റ്, നമ്മൾ പറയുന്നത് അതിൽ വസ്തുതകളുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിന് കഴിയും. ഇപ്പൊ AI സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു പൂച്ചയുടെ ചിത്രം 1,00,000 പൂച്ചയുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കും, AIക്ക് പഠിപ്പിച്ചു കൊടുക്കും. AI സംവിധാനം അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. 1,00,000 ഒരു ഉദാഹരണം പറയട്ടോ, 1,00,000 പൂച്ചയുടെ ചിത്രങ്ങൾ ഈ പിന്നെ സംവിധാനത്തിന് ഒരുക്കി കൊടുക്കും. പിന്നെ നമ്മളൊരു പൂച്ചയുടെ പിന്നെ ഈ സ്വഭാവമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അതിനോട് ആവശ്യപ്പെടുമ്പോൾ ഇത് മുഴുവനും അതിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ പിന്നെ ബേസ് ചെയ്തും കൊണ്ടാണ് ഒരു AI സംവിധാനം നമുക്ക് ഉത്തരം നൽകുക. പക്ഷേ അത് കൊടുക്കാത്ത സംഭവങ്ങളും ഉണ്ടാവാം. ഇപ്പൊ പിന്നെ ഒരു കാര്യം ചോദിച്ചു നോക്കൂ. പിന്നെ അബ്രാത്തിന്റെ പിതാവായ താരഹിന് എങ്ങനെയാണ് ഖുറാനിൽ ആസർ എന്ന പേര് വന്നതെന്ന് ചോദിച്ചു നോക്കൂ.
അതിന് ഉത്തരം കിട്ടൂല. പക്ഷെ അതിന് ഉത്തരം നമ്മളെ അടുത്തുണ്ട്. അപ്പൊ അതെന്താണ്, നമ്മൾ ചില വിഷയങ്ങൾ പഠിച്ചിട്ട് കണ്ടെത്തുമ്പോ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ജെമിനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കുറെ വിവരങ്ങൾ ഉണ്ടാവാം, അത് ജെമിനി പഠിച്ചിട്ടുണ്ടാവില്ല. ജെമിനിക്ക് പറഞ്ഞു കൊടുത്ത ആളുകൾ പഠിച്ചിട്ടുണ്ടാവില്ല. അവര് പഴയ പണ്ഡിതന്മാര് എന്താണോ പഠിപ്പിച്ചത് അത് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്. അതുകൊണ്ടാണ് അത് അറിയില്ലായിട്ടല്ല, അറിവില്ലായിട്ടല്ല, AI-ക്ക് സംവിധാനത്തിന് അറിവില്ലായിട്ടല്ല. അതിന് എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഇതാണ്, അല്ലാതെ ജെമിനിക്ക് അറിവില്ലായിട്ടല്ലത്. യോനസ്ക, അത് കറക്റ്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസികളുടെ ഭാഗത്ത് കുറെ ആൾക്കാരുണ്ട് ജെമിനി പറയുന്നതെല്ലാം ശരിയാണെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അവരോട് ഇത് ആദ്യമായി പറയാം, എനിക്കത് അറിയാം, ഇത് ഞാൻ പണ്ടേ മനസ്സിലാക്കിയ വിഷയമാണ്. അപ്പൊ അത് അവരോട് പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാം എടുത്തു വെച്ച് ജെമിനി ചോദിക്കുമ്പം ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം യുനെസ്കോ വിശ്വാസികളുടെ ഭാഗത്ത് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സസൈസ് മൊത്തം നടത്തുന്നത്. സെബാസ്റ്റ്യൻ, നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ചോദിക്കുന്ന രീതി ചോദിക്കാൻ കൃത്യമായിട്ട് മറുപടി പറയും. ഞാൻ നിങ്ങളൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നില്ലേ, എത്ര സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ? ആ ഉദാഹരണം വർക്കാൻ പറ്റില്ല റസാക്ക, അത് കാറ്റഗോറിക്കൽ എററാണ്. ഞാൻ പറഞ്ഞു ഒരു ഒറ്റ കൂടെ ശ്രമിച്ച് കേക്ക്. പ്രൗഡ് മൈക്ക് മൂട്ടേ, നിങ്ങളെ ഡിസ്റ്റർബ് ഉണ്ട്. പ്രേക്കൊന്ന് മൈക്ക് മൂട്ടേ. ഇന്നലെ നല്ല ശ്രദ്ധിച്ചിരിക്കണം, ഇടയിൽ കയറുന്നത്. ഇന്നലെ യൂനിസ്ക ബോംബെയിൽ വെച്ച് പറയാണ്, ഞാൻ ദൈവത്തിന്റെ അടിമയാണ്. ഇന്ത്യയിലാ പറയുന്നത്. മേ ഈശ്വർക്ക, നല്ല കേൾക്കണം, ഞാൻ ഈശ്വർക്ക. ഒരു മിനിറ്റ്, ഞാൻ അത് അടിച്ചപ്പോ ചോദിച്ചപ്പോ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു മിനിറ്റ്, ഒന്ന് പെട്ടെന്ന് ചോദിക്കും. ഞാൻ ഈശ്വർക്ക